ഷാനിസ് കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നല്ല ക്രിസ്പായിട്ടും ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉള്ള ഒരു പൂരിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വലിയ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടിയല്ല, നമ്മൾ വീട്ടിൽ സാധാരണ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തിളച്ച വെള്ളത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പൂരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ എണ്ണ അധികം കുടിക്കുകയൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പൂരിയുടെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലൊന്ന് കുഴച്ചെടുക്കാം. മൈദപ്പൊടി വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ റവ ചേർത്തിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു സ്പൂൺ കൊണ്ടിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത്, കാരണം നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് എന്തായാലും കുഴച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ചൂടാറിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പലകമേൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടർ പോയിന്റിൽ വെച്ചിട്ടോ ഒന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് പൂരി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് വെള്ളം വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൊണ്ട് ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ആദ്യം ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പലകയിൽ വെച്ചിട്ടാണെങ്കിലും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിൽ പരത്തുന്ന ഒരു പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞാനൊരു കവർ വെച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അത് ആദ്യമേ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു തിക്നെസ്സിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പൂരി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലതുപോലെ പഫി ആയിട്ട് നമ്മുടെ പൂരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ പൂരിയും ഞാനിവിടെ ചുട്ടെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഫയായിട്ട് നല്ല അടിപൊളി പൂരിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എണ്ണ ഒന്നും അധികം കുടിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ബജിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.